രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. ഈ കേസിൽ രാഹുൽ ഈശ്വർ 5ാം പ്രതിയാണ്. 1ാം പ്രതി രഞ്ജിത്ത് പുളിക്കൽ എന്നാണ് മനസ്സിലാകുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, എന്താണ് ഈ FIRന്റെ വിവരങ്ങൾ? അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെ അധിക്ഷേപിച്ച സംഭവത്തിലും ഈ പെൺകുട്ടിയുടെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതിലും ഇപ്പോൾ 5 പേരെ പ്രതി ചേർത്ത് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ ഈ നന്ദാവനം എയർ ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കേസിലെ 4ാം പ്രതി അത് സന്ദീപ് വാര്യരാണ്. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരാണ്. അദ്ദേഹം അല്പസമയം മുൻപ് ഫേസ്ബുക്കിൽ ചില വിശദീകരണവുമായിട്ടൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തെ 4ാം പ്രതിയാക്കി ചേർത്തിട്ടുണ്ട്. ഈ കേസിലെ 1ാം പ്രതി അത് രഞ്ജിത പുളിക്കൻ, 2ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ്, 4ാം പ്രതി സന്ദീപ് വാര്യർ, 5ാം പ്രതി രാഹുൽ ഈശ്വർ എന്നിവരെയാണ്. അതായത് ഈ ആദ്യമായി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കമന്റ് ചെയ്ത് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരുത്തിയ ആൾ മുതൽ അത് അവസാനം ഷെയർ ചെയ്തുകൊണ്ട് പെൺകുട്ടിയെ അധിക്ഷേപിച്ച രാഹുൽ ഈശ്വർ വരെ ഈ കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെയും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ വിഷയത്തിൽ കർശന നടപടിയെടുക്കണം എന്നുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെ പ്രതി ചേർത്തു എന്നുള്ളൊരു പൊളിറ്റിക്കൽ പ്രാധാന്യം കൂടി ഈ കേസിലുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്പസമയം മുൻപ് 2 മണിക്കൂർ മുൻപാണ് സന്ദീപ് വാര്യർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇരയുടെ ഐഡന്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടന സംഘടന DYFI ആണ് എന്നുള്ള ആക്ഷേപമാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാമർശം നടത്തിയിരുന്നു. പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല. അങ്ങനെ ചെയ്യാൻ മാത്രം വിവേകശൂന്യനല്ല ഞാൻ. മാത്രമല്ല വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഇത് സംബന്ധിച്ച പോസ്റ്റ് ഇട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന്റെ വീഡിയോ കോട്ട് ചെയ്ത സന്ദീപ് വാര്യർ ഈ ഇരയുടെ ഐഡന്റിറ്റി അതിജീവിതരുടെ ഐഡന്റിറ്റി പുറത്തു വിട്ട കേസിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. ഇതേ കേസിലാണ് രാഹുൽ ഈശ്വർ 5ാം പ്രതിയായിട്ടുള്ളത്. 1ാം പ്രതി രഞ്ജിത പുളിക്കൻ, 2ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ്. ഈ രീതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.